സുദർശന TV ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പേരും നാളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിൽ ഉറപ്പായും നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ്. പുതുവർഷം തുടങ്ങുന്ന വേളയിൽ നിങ്ങൾക്കിതാ സുദർശന TVയുടെ പുതിയൊരു ഓഫർ. ഒരാൾക്ക് 350 രൂപ നിരക്കിൽ നടത്തിയിരുന്ന ജാതക പരിശോധന ഇതാ 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് വെറും 500 രൂപ നിരക്കിൽ, അതായത് ഒരാൾക്ക് വെറും 125 രൂപ മാത്രം. ഇനി ഒന്നായിട്ട് നോക്കുന്നവർക്കാണെങ്കിൽ 200 രൂപ നിരക്കിലും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് പുതുവർഷ ഫലങ്ങൾ അറിയാൻ കഴിയും. ഈ ഓഫർ ജനുവരി 5 വരെ മാത്രം. താല്പര്യമുള്ളവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സുദർശന സേവ 2025 എന്ന് എഴുതിയ ശേഷം പേരും സ്ഥലവും രേഖപ്പെടുത്തി അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2025 ഇരട്ട രാജയോഗം, ധനഭാഗ്യം എന്നിവ ലഭിക്കുന്ന 3 നക്ഷത്രക്കാരെക്കുറിച്ച് പറയാനാണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിലേക്ക് വന്നിരിക്കുന്നത്. പുതുവർഷം സർവ്വ സൗഭാഗ്യത്തോടും കൂടി ഫലമായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. 2025 തുടങ്ങുന്നതിനായിട്ട് ഇനി കുറച്ച് നാൾ കൂടി മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഓരോ പുതുവർഷത്തിനും ജ്യോതിഷത്തിന് പ്രത്യേക സ്ഥാനമാണുള്ളത്. ഓരോ പുതുവർഷവും ചില നക്ഷത്രങ്ങൾക്ക് നല്ലതും ചിലവർക്ക് മോശവുമായ സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. അത് ജ്യോതിഷികളായ ദൈവജ്ഞരെ കണ്ട് മനസ്സിലാക്കി അതിനു വേണ്ടുന്ന പ്രതിക്രിയകൾ ചെയ്ത് ഭാഗ്യത്തെ നിലനിർത്തുകയും മോശാവസ്ഥ മാറുന്നതിനായി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെയും പൂജാവിധികളെയും തിരിച്ചറിഞ്ഞ് ആ പൂജകളും പൂജാവിധികളുമൊക്കെ ചെയ്ത് ദോഷഭാഗങ്ങളെ ഒഴിച്ച് നന്മകളിലേക്ക് നടന്ന് സൗഭാഗ്യദായകമായ ജീവിതത്തിലേക്ക് എത്തിച്ചേരേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 2025 തൊടുന്നതെന്തും സമൃദ്ധമാക്കുന്ന 3 നാളുകളെക്കുറിച്ചാണ്. 27 നക്ഷത്രക്കാരിൽ ഈ 3 നാളുകൾക്ക് ഏറെ ഉയർച്ചയും സമൃദ്ധിയും ഈ 2025 പൂർണ്ണമായും ലഭിക്കും. ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അതും ഞാനിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇരട്ട രാജയോഗമുള്ള ആദ്യ നക്ഷത്രം പുണർദമാണ്. പുണർദം നാളുകാർ ചുവന്ന താമരപ്പൂവ് ദേവീക്ഷേത്രത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. രോഗദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ചതും കൊതിച്ചതും നേടിയെടുക്കാനാകും. ആദ്യ 3/4 ഭാഗത്ത് ജനിച്ചവർക്ക് മിഥുനവും ബാക്കി 1/4 ഭാഗം കർക്കിടകക്കൂറുമാണ്. ഏത് രാശിയാണെങ്കിലും ഈ നാളുകാർക്ക് 2025 ഇരട്ട രാജയോഗത്തിൻ്റെ കാലമാണ്. സർക്കാർ ജോലി, വിദേശ രാജ്യങ്ങളിലെ ജോലി, ലോട്ടറി ഭാഗ്യം, പഠന സമൃദ്ധി എന്നിവ അനുഗ്രഹമായി ലഭിക്കുന്ന സമയമാണ് 2025. ദേവീക്ഷേത്രത്തിലും മഹാദേവ വൈഷ്ണവീയ ക്ഷേത്രങ്ങളിലുമൊക്കെ ദർശനം നടത്തി അനുഗ്രഹം ദേവചൈതന്യങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങി ഈ ഭാഗ്യത്തെ പൂർണ്ണമായും അനുഭവിക്കുക. അടുത്തത് പൂയമാണ്. ഇവർക്ക് ഏറെ സൗഭാഗ്യസമ്പത്ത് വന്നുചേരുന്ന വർഷമാണ് 2025. ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും നടക്കും. ഇവരുടെ വീട്ടിൽ പല മംഗളകർമ്മങ്ങളും നടക്കും. ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും, ഇവർ വസിക്കുന്ന വീട്ടിൽ പല മംഗളകർമ്മങ്ങളും നടക്കും. ശ്രീകൃഷ്ണന് കദളിപ്പഴം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ് ഇവർ നടത്തേണ്ട പ്രധാന വഴിപാട്. ഒക്കുന്ന സമയങ്ങളിലെല്ലാം ഇത് ചെയ്യുവാനായി നോക്കുക. ആഗ്രഹിച്ചതും മനസ്സിൽ കൊണ്ടു നടന്ന, വർഷങ്ങളായി കൊണ്ടു നടന്ന പല മോഹങ്ങളും പൂവണിയുന്ന വർഷമാണ് 2025. സർക്കാർ ജോലി, പഠന വിജയം, കർമ്മരംഗം വിജയത്തിലെത്തിക്കുക, ലോട്ടറി ഭാഗ്യം തേടി വരിക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയവ പൂയം നാളുകാരെ തേടിയെത്തുന്ന വർഷമാണ് 2025. വളരെ ഉയർച്ചയുള്ള നാളുകാരായി മാറുകയാണ് പൂയം നാൾ 2025 വർഷത്തിൽ. ദേവസ്ഥാനങ്ങളിലൊക്കെ ദർശിക്കാനും ദേവചൈതന്യങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും
സമയം കണ്ടെത്തി ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോവുക. അടുത്ത നാള് ആയില്യം നക്ഷത്രമാണ്. ഈ നക്ഷത്രഗണത്തിൽപ്പെട്ടവർ നാഗരാജാവിനെയും ദേവതമാരെയും പ്രീതിപ്പെടുത്തിയാൽ 2025 സർവ്വ സൗഭാഗ്യ വർഷമായി മാറും. നവഗ്രഹ പൂജ, മഹാഗണപതിക്ക് മോദക വഴിപാട് സമർപ്പണം, ശ്രീ മഹാദേവർക്ക് മഹാമൃത്യുഞ്ജയ ഹോമം എന്നിവ പേരിൽ കൂട്ടി നാളിന് നടത്തുക. ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉയർച്ചയായിരിക്കും ഇവർക്ക് ലഭിക്കുവാൻ പോകുന്നത്. ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ കഴിയും. രോഗഭീതി മാറിക്കിട്ടും. ആഗ്രഹിക്കുന്നതോ കൊതിച്ചതോ ആയതെല്ലാം സ്വന്തമാക്കാൻ കഴിയുന്ന വർഷമാണ് 2025. ധനവരുമാന മാർഗം, സമൃദ്ധി നിറഞ്ഞ ജീവിതം, വാഹനം, വീട് എന്നിവ സ്വന്തമാക്കുവാൻ 2025 ഈ നാളുകാർക്ക് പൂർണ്ണമായും കഴിയും. ഈ 3 നാളുകാർ 2025 പൂർണ്ണ ഭക്തിയോടെ ഈ പറഞ്ഞ ക്ഷേത്ര ദർശനങ്ങൾ നടത്തി പൂജാ വഴിപാടുകൾ വളരെ ഭക്തിയോടുകൂടി ചെയ്ത് ജീവിതം ഉയരങ്ങളിലെത്തിക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഈ 3 നാളുകാർക്ക് സർവ്വ അനുഗ്രഹമാണ് ഫലമായി വരുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.